ഞാനൊന്ന് SM സ്ട്രീറ്റിലേക്ക് പോകുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, ദാ ലേബി സദ്യയുടെ മുന്നിലൊക്കെ എത്തിക്കഴിഞ്ഞു. അഭിജിത്തിന്റെ ഓണം എവിടെ വരെയായി? സുജയ, ഓണം തകൃതിയായി മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് SM സ്ട്രീറ്റിലാണ്. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ വരുന്നു. സാധനങ്ങളൊക്കെ അവസാനവട്ട ഒരുക്കത്തിലാണ്. സാധനങ്ങളൊക്കെ വാങ്ങി പോകാനുള്ള തിരക്കാണ് നമ്മൾ SM സ്ട്രീറ്റിൽ കാണുന്നത്. രാവിലെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. ആ മഴയുണ്ടായപ്പോൾ ഒരു ആശങ്കയുണ്ടായി, ഇനി ഈ ഉത്രാടപ്പാച്ചിൽ വെള്ളത്തിലാകുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയുണ്ടായി. പക്ഷെ അങ്ങനെയല്ല. SM സ്ട്രീറ്റിൽ നിരവധി പേരിങ്ങനെ എത്തുന്നുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി അവരിതാ ഓണം കളറാക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. എങ്ങനെയുണ്ട് ഓണം? അടിപൊളി. തിരക്കുണ്ടോ? തിരക്കുണ്ട്. രാവിലെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. അതിൽ ചെറുതായി പേടിച്ച്, പക്ഷെ കുഴപ്പമില്ല, ഉഷാറായിട്ട് കച്ചവടം നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ ഓണൊക്കെ? ഓണൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ചേട്ടൻ ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്. ഇനിയിപ്പം ഇവിടുന്ന് രാത്രി വരെ ഉണ്ടാവില്ല? രാത്രി ഏകദേശം 10-11 മണി വരെ ഉണ്ടാവും. രാത്രി ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരും. ആൾക്കാർ ഇന്നിപ്പം മഴ ഇല്ലെങ്കിൽ ഇന്നും മൊത്തം നല്ല ആളുണ്ടാവും. ആൾക്കാരുണ്ടാവും. ഇന്നലെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം മഴ ആയതുകൊണ്ട് ആളങ്ങനെ ഇറങ്ങാൻ സാധിച്ചില്ല. ഇന്നിപ്പോ എന്തായാലും ആൾക്കാരുണ്ട്. തകർക്കും, അടിച്ചു പൊളിക്കും. അപ്പോ ഇതാ ഈ ചേട്ടൻ അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. സുജയ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് SM സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോഴിക്കോടുള്ളവർ മാത്രമല്ല, ഒരുവിധം എല്ലാ ആൾക്കാരും ഈ സമീപ ജില്ലകളിൽ നിന്ന് പോലും SM സ്ട്രീറ്റിലേക്ക് വരികയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസക്ക് സാധനങ്ങൾ വാങ്ങി മടങ്ങി പോകാമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗുണം കൂടി SM സ്ട്രീറ്റിനുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് എത്തുന്നുണ്ട്. വളരെ അടിപൊളിയായിട്ട് അവരവരുടെ ഓണം ആഘോഷിക്കാനുള്ള ഒരു ഒരുക്കത്തിൽ. അമ്മേ, ഓണാണോ? എങ്ങനെയുണ്ട്? ഹാപ്പി ഓണം. ഹാപ്പി ഓണാണ്. അടിപൊളിയാണ്. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണോ? സാധനങ്ങൾ ചെറുതായിട്ട് എന്തൊക്കെ വാങ്ങി? അത് പറയില്ല. ഷർട്ടൊക്കെ വാങ്ങി? ഓണക്കോടിയൊക്കെ വാങ്ങിയോ? ഇല്ല, വാങ്ങിയില്ല. നേരത്തെ വാങ്ങി വെച്ചു. അത് ശരി. ഇനിയിപ്പം നാളെ ഇവന് സദ്യ അടിപൊളിയാക്കണം. പൂക്കളം തകർത്ത് പൂക്കളൊക്കെ ഇടണം. അടിപൊളി. അപ്പൊ അമ്മ തകർത്ത് പൂക്കളൊക്കെ ഇടാനുള്ള ഒരുക്കത്തിലാണ്. നാളെ സദ്യ ഒരുക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ്. ഏതായാലും സുജയ, വളരെ ഗംഭീരമായി കോഴിക്കോടുകാർ ഓണം ആഘോഷിക്കുന്നുണ്ട്. രാവിലെ നമ്മൾ പാളയം മാർക്കറ്റിൽ കണ്ടതാണ് തിരക്ക്. സമാനമായ രീതിയിലുള്ള തിരക്കാണ് ഇപ്പോൾ SM സ്ട്രീറ്റിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഏതാണ്ട് മീറ്റർ ദൂരത്ത് ഇങ്ങനെ SM സ്ട്രീറ്റ് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഇവിടെ മൊത്തം ആളുകളാണ്. കാല് കുത്താൻ കഴിയാത്ത തരത്തിൽ അല്പസമയം കഴിയുമ്പോൾ ആളുകൾ ഉണ്ടാകും. ഒന്ന് നടന്നു നീങ്ങാൻ കഴിയാത്ത തരത്തിൽ ആളുകൾ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഓണത്തെ വരവേൽക്കാനുള്ള ആ ഒരു ഒരുക്കത്തിലാണ്. പലരും ദൂരദേശത്ത് നിന്ന് പോലും ഇവിടേക്ക് SM സ്ട്രീറ്റിലേക്ക് വരികയും സാധനങ്ങളൊക്കെ വാങ്ങി പോവുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനുണ്ട്. എല്ലാവരും വളരെ ഗംഭീരമായി തന്നെ ഓണം ആഘോഷിക്കാനുള്ള ആ ഒരുക്കത്തിലാണ്. സുജയ, നമുക്ക് കുറച്ചു പേരുടെയും കൂടി കാര്യങ്ങൾ ഓണൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? അടിപൊളി, നല്ല കച്ചവടം. സൂപ്പർ കച്ചവടം. അടിപൊളി, നല്ല കച്ചവടം. സൂപ്പറായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായും. മിനിഞ്ഞാന്ന് ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കുള്ള ഒരു മഴ, എന്നാലും അനുഗ്രഹത്തിന്റെ മഴയാണ്. നല്ല ആളുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പ്രാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല കച്ചവടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിനായിട്ട് അടിപൊളി കച്ചവടം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇന്ന് രാത്രി ഒന്നുകൂടി ഒന്ന് കളറാവും. സാർ, അതെ, കളറാവും. അമ്മ, ഓണൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. വീടെവിടെയാ? പാലാഴി. ഇവിടത്തേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നു. അവസാനവട്ട ഒരുക്കത്തിലാണ് ഓണത്തിന്റെ. മിഠായി തെരുവിലെ ആ ഓണം ആഘോഷമൊക്കെ, SM സ്ട്രീറ്റിലെ ആഘോഷമൊക്കെ ഇങ്ങനെ പൊടിക്കുകയാണ്. ആഘോഷം ഏതായാലും മിഠായി തെരുവിലേക്ക് എത്തണം.